അങ്ങനെ ഉണ്ണിക്കണ്ണന് നനച്ച വണ്ടി കിട്ടി മോനെ. ഉണ്ണിക്കണ്ണൻ ഈ പേര് നമ്മൾ മലയാളികൾക്ക് സുപരിചിതമാണല്ലേ. എന്നാൽ നമ്മൾക്ക് മാത്രമല്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും അറിയാം ഈ നനച്ച വണ്ടി ഉണ്ണിക്കണ്ണനെ. ഒട്ടേറെ പരിഹാസങ്ങളും നെഗറ്റീവ് കമന്റുകളും മാത്രമായിരുന്നു ഉണ്ണിക്കണ്ണന്റെ പ്രൊഫൈലിൽ നിറഞ്ഞിരുന്നത്. തന്റെ ആഗ്രഹത്തിലേക്കുള്ള നനച്ച വണ്ടി കിട്ടിയിരിക്കുകയാണ് ദളപതി വിജയുടെ കട്ട ആരാധകനായ ഈ പാലക്കാട്ടുകാരന്. നമ്മ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ നനച്ച വണ്ടി കയറിയ നമ്മ നനച്ചിടത്തേക്ക് പോക മുടിയാത്. ആനാ അതുക്കൊരു ട്രെയിന് വരും, അതുക്കൊരു നേരം ഇருக்கு, அப்பதான் നമ്മ അന്ത ഇടത്തേക്ക് പോക മുടിയും. ഈ ഒരു ഒറ്റ ഡയലോഗ് കണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഉണ്ണിക്കണ്ണൻ. വിജയെ നേരിട്ട് കാണുക എന്നത് കാലാകാലങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഉണ്ണിക്കണ്ണന്റേത്. പലപ്പോഴും വിജയെ നേരിട്ട് കാണാൻ പോയിട്ടെങ്കിലും ഒടുവിൽ നിരാശയോടുള്ള മടക്കങ്ങളുമായിരുന്നു അത്. എന്നാൽ കഴിഞ്ഞ ദിവസം ദളപതി വിജയെ നേരിട്ട് കണ്ട സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ഈ കടുത്ത ആരാധകൻ. ചെന്നൈയിലെ പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു തന്റെ പ്രിയപ്പെട്ട താരത്തെ കണ്ടതെന്ന് ഉണ്ണിക്കണ്ണൻ പറയുന്നത്. പാലക്കാട് മംഗലം ഡാം സ്വദേശിയായ ഉണ്ണിക്കണ്ണൻ കാൽനടയായിട്ടാണ് വിജയെ കാണാൻ ഇറങ്ങിയത്. ഈ യാത്ര 35 ദിവസം പിന്നിട്ടപ്പോഴാണ് വിജയെ കാണാൻ സാധിച്ചിരുന്നത്. വിജയ് സാറിനെ ഞാൻ നേരിട്ട് കണ്ടു. ലൊക്കേഷനിൽ കോസ്റ്റ്യൂം ധരിച്ചതിനാൽ മൊബൈൽ ഫോണും കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. അവർ വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോയും എടുത്തിട്ടുണ്ട്. എന്റെ തോളിൽ കൈ വെച്ചുകൊണ്ടാണ് കാരവാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും. കുറെ നേരം വിജയ് സാർ സംസാരിച്ചു. ഇങ്ങനെ എന്തിനാണ് കാണാൻ വന്നത്, വേറെ എത്രയോ വഴിയുണ്ട്, അതിലൂടെ വന്നുകൂടെ എന്നാണ് വിജയ് സാർ ചോദിച്ചതും. എന്നാൽ കുറെ ശ്രമിച്ചെണ്ണ, പറ്റിയില്ലെന്ന് മറുപടിയായി ഞാനും പറഞ്ഞു. 10 മിനിറ്റോളം അദ്ദേഹത്തിനൊപ്പം കാരവാനിൽ ഇരുന്ന് സംസാരിച്ചിരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. ഇന്ന് ഒരുപാട് സന്തോഷവാനും ഫോട്ടോയും വീഡിയോയും അവർ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഉണ്ണിക്കണ്ണൻ പറഞ്ഞു. ബിഗിലെ കപ്പ് മുഖ്യം, നനച്ച വണ്ടി കിട്ടി. ഉണ്ണിക്കണ്ണൻ അവസാനമായി പറഞ്ഞ വാക്കുകളാണിത്. താൻ വിജയ് സാറിനെ കണ്ട വിവരം അറിഞ്ഞ് ഉണ്ണി എങ്ക ഇറുക്ക എന്ന് ചോദിച്ച് നടൻ ബാലയും തന്നെ വിളിച്ചു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ സംഘടിപ്പിച്ച സംസ്ഥാന സമ്മേളനത്തിലും ഉണ്ണിക്കണ്ണൻ എത്തിയിരുന്നു. എന്നാൽ അന്നൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ ഒരു സന്തോഷ വാർത്ത ഉണ്ണിക്കണ്ണൻ അറിയിച്ചിരിക്കുന്നതും.